ഹായ്, വെൽക്കം ബാക്ക് ടു വയർസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം നിലവിലുള്ളത് വടകര പെരുവട്ടംതാഴ അല്ലെങ്കിൽ പുഞ്ചിരിമില്ല് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്താണുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം നല്ല മഴയാണ്, വർക്കുകളൊക്കെ വളരെ സ്ലോ ആണ്, കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈവേയുടെ അപ്ഡേഷൻ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പെരുവട്ടംതാഴയിൽ ഇവിടെയുള്ള ഹൈവേയുടെ വർക്കിൻ്റെ നമ്മൾ ഗർഡർ ലോഞ്ചും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഗർഡറുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം പെരുവട്ടംതാഴയിൽ പ്രധാനമായിട്ട് 4 പില്ലറുകളാണ് ഇപ്പം നിലവിലുള്ളത്. ആ പില്ലറിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിലവിലിവിടെ 110 ടണ്ണിൻ്റെ 2 ക്രെയിനും അതേപോലെ 250 ടണ്ണിൻ്റെ 1 ക്രെയിനുമാണുള്ളത്. ഇപ്പോൾ 250 ടണ്ണിൻ്റെ ക്രെയിനാണ് നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി അന്നൊരു ദിവസം 2 ദിവസം മുന്നേ ഒക്കെ ലൈവൊക്കെ ചെയ്തിരുന്നു. അന്ന് ആദ്യമായിട്ട് ഗർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ഒരു ലോഞ്ചിങ് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ വന്നിരുന്നത്. ഇപ്പം ഏകദേശം 1 2 3 4 5 6 7 ഗർഡറുകൾ ഓൾറെഡി പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 2 പില്ലറിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ 5 ഗർഡറും അതേപോലെ രണ്ടാമത്തെ പില്ലറിൻ്റെ മുകളിൽ 1 ഗർഡറും സ്ഥാപിച്ച് പാതി വഴിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ആ ലഞ്ച് ബ്രേക്കിന് ശേഷം ബാക്കിയുള്ള ഗർഡറുകൾ കൂടി ഈ പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്ത് ദേശീയപാതയിൽ ഈ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറാണ് വരുന്നത്. വടകര ടൗൺ പ്രദേശങ്ങളിലേക്ക് ആക്സസിന് വേണ്ടിയിട്ടാണ്. ഈ പ്രദേശങ്ങളിൽ ആര്യവാളോട് കൂടിയിട്ട് ഈ ഗർഡറിൻ്റെ മുകളിലേക്ക് റോഡ് NH66 കടന്നു വരികയും പിന്നീട് ഈ ഭാഗങ്ങളിൽ നിന്ന് ഫാർക്കോ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് ഈ ഗർഡറിൻ്റെ മുകളിൽ നിന്നും താഴുന്നൊരു കാഴ്ചയാണ് ഉണ്ടാവുക. പല ആളുകൾക്കും സംശയമുണ്ടാകും ഇത് ഈ ഒരു ഫ്ലൈ ഓവർ എത്ര ലെങ്ത് ഉണ്ടാവും എന്നൊക്കെ പല ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. ഈ ഫാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് തന്നെ ഒന്നുകിൽ ആര്യവാളോട് കൂടിയിട്ടുള്ള മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മറ്റ് കോൺക്രീറ്റ് വാളോട് കൂടിയിട്ടുള്ള ആ രീതിയിൽ വന്നിട്ട് ഇവിടെ താഴ്ന്നതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നാഷണൽ ഹൈവേ പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ ആശാ ഹോസ്പിറ്റലിൽ ആ ഒരു പ്രദേശത്താണ് വീണ്ടും ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഡൗൺ ആയതിനു ശേഷം പിന്നീട് പുതിയ ബസ് സ്റ്റാൻഡ്, കരിമ്പനപ്പാലം, അങ്ങനെയാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ ഒരു കാഴ്ച ഉണ്ടാകുന്നത്. നമ്മൾ 250 ടണ്ണിൻ്റെ വളരെ വിശാലമായ വലിയ മുതൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. 250 ടണ്ണിൻ്റെ ഒരു വജ്രം ക്രെയിനാണ് കിടക്കുന്നത്. ഈ ക്രെയിനിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്രെയിൻ്റെ ഒക്കെ ലൈവ് നമ്മൾ ചെയ്തിരുന്നു. ഈ ക്രെയിൻ്റെ ഓപ്പറേറ്റർമാരും അതിൻ്റെ ഓണേഴ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല ലൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എന്തായാലും നമ്മളെ ദേശീയപാതയിലുള്ള അപൂർവ കാഴ്ചകളാണ്. ഇനി 5-10 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോലും ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്നത് കാണാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അത്തരം അപൂർവ കാഴ്ചകളായതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വീഡിയോസുകളെ ഒപ്പിയെടുക്കാനുള്ള ശ്രമമാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ള ഗർഡറുകൾ കൂടി ലോഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടാവും. അപ്പോൾ ലൈവ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്തായാലും നമുക്ക് കുറച്ചൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാം. കാരണം ലൈവ് എടുക്കുമ്പോഴൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ സേഫ്റ്റി കെയറിൻ്റെ ഭാഗമായിട്ടൊന്നും നിങ്ങൾക്ക് ലൈവ് ഓപ്ഷൻ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളത് സംസാരിച്ചിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ലൈവൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അവരുടെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യും, അല്ലാത്ത പക്ഷം നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ച സംഗതി നടന്നിരിക്കുകയാണ്. നമ്മളിപ്പം വജ്രം ക്രെയിൻ്റെ അകത്താണുള്ളത്. ക്രെയിനിനകത്ത് നമുക്ക് ഓപ്പറേറ്ററും അവരുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ആ ക്രെയിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രെയിനകത്ത് കയറിയിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഓപ്പറേറ്ററാണ് നമ്മളെ കൂടെയുള്ളത്. അപ്പോൾ പുള്ളി നമ്മളെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാനുള്ള തിരക്കൊന്നുമില്ല. കാരണം വെച്ചാൽ അത്രയും വലിയ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാനൊന്നും പുള്ളിക്ക് സമയമില്ല. വേറെ മറ്റൊരു സമയം നീ പരിചയപ്പെട്ടു എന്ന രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പം നമ്മൾ ക്രെയിനകത്ത് നമ്മളെ ഫാർക്കോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ക്രെയിനിൽ ഒരിക്കലും പ്രതീക്ഷയില്ല. നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതി ആകസ്മികമായിട്ട് സംഭവിച്ചത്. അതായത് നമുക്കൊരു ലൈവ് വീഡിയോസ് പോലും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ്. അപ്പം എനിക്കൊരു ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്ന ഒരാളെ അത് ദൈവം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സഹായിച്ചിരിക്കുന്നു
പണ്ട് ഞാനൊരു മോട്ടിവേഷൻ ട്രെയിനറെ ഒരു സ്പീക്ക് കേട്ടിരുന്നു. അതേപോലെയാണ് ഇപ്പം കാര്യങ്ങൾ സംഭവിച്ചത്. കാരണം നമ്മൾ ഒരിക്കലും വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, സേഫ്റ്റിയുടെ പ്രശ്നമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഇറക്കി വിട്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിന്നാണ് നമ്മൾ ഇതിൻ്റെ ട്രെയിനകത്ത് കയറി പറ്റിയിരിക്കുന്നത്. ഇപ്പം ട്രെയിനിൻ്റെ ഗിയർ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കൊന്ന് കാണാം. ഇപ്പം റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവിങ്, 3, 2, 1 അങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. എന്തായാലും നമ്മൾ ജസ്റ്റ് കണ്ടപ്പോഴെന്ന് പറഞ്ഞു, നമ്മൾ ട്രെയിൻ ഓപ്പറേഷൻ പഠിപ്പിക്കുന്നതല്ല, ജസ്റ്റ് കണ്ടപ്പോൾ നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ, ഒരിക്കലും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗർഡറുകൾ പുള്ളർ മെഷീനിലേക്ക് തൂക്കിയെടുക്കാനുള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. സത്യം പറയാം, ഈ വാഹനത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓപ്പറേറ്റർ ഇറങ്ങിപ്പോയി. ഓപ്പറേറ്റർ ഇറങ്ങിയിരുന്നു, പക്ഷെ നമുക്ക് ഇതിന്റെ ഡോർ എങ്ങനെയാ തുറക്കുക എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അതുമല്ല, ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചളിയുണ്ട്. ചളിയുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇറങ്ങാനും പ്രയാസമാണ്. ഓക്കെ, ഓപ്പറേറ്റർ നമ്മളോട് പിറകിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇനി വന്നിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രെയിനിനകത്താണ് കയറി വന്നത്. പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഈ 2 ഗർഡറുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സമയങ്ങൾക്കകം ഗർഡർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ 45 ടണ്ണുള്ള ഗർഡറായിരുന്നു ഷിഫ്റ്റ് ചെയ്തത്. ഇന്ന് 65 ടണ്ണുള്ള ഗർഡറാണ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഗർഡർ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗർഡർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗർഡർ ഇരുഭാഗങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 65 ടണ്ണുള്ള ഗർഡർ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇനി എപ്പോഴും നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കണമെന്നില്ല. നാഷണൽ ഹൈവേയുടെ, ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് ഇതേപോലുള്ള കാഴ്ചകൾ കാണാൻ സാധിച്ചെന്ന് വരില്ല. അമ്മ ഒരു രക്ഷയില്ല, കൊതുകിനെ കൊണ്ട്. വടകര ആശാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളർ മെഷീനും അതേപോലെ ആക്സിലും ശരിയായി റെഡിയായി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പം പുള്ളർ മെഷീൻ്റെ മുകളിൽ ഈ ഒരു ഗർഡർ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ, ദേശീയപാതയിൽ വാഹനങ്ങൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ബൈക്കിന് പോലും കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ദേശീയപാതയിൽ കംപ്ലീറ്റ് വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാഴ്ചയാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേശീയപാതയിലേക്ക് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുള്ളർ മെഷീൻ. ദൂരെ നിർത്താം. പുള്ളർ മെഷീൻ്റെ മുകളിലും ആക്സിലിൻ്റെ മുകളിലേക്കും ഗർഡറിനെ സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ്. അല്ല ദേശീയപാതയിൽ കംപ്ലീറ്റ് വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇരു സൈഡുകളിലെ വാഹനം കംപ്ലീറ്റ് ഒരു ബൈക്കിനെ പോലും കടത്തിവിട്ടാത്ത രീതിയിൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഷിഫ്റ്റിംഗ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. അല്ലാത്ത പക്ഷം അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗർഡർ പുള്ളർ മെഷീൻ്റെ പോലെ വെച്ച ആ ക്രെയിന് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ക്രെയിന് ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ ഇവിടെ ഒരു ക്രെയിൻ ഓൾറെഡി 250 ടണ്ണിൻ്റെ ക്രെയിൻ ഓൾറെഡി നിലനിർത്തിയിട്ടുണ്ട്. ആ ക്രെയിനും ഈ ക്രെയിനും ഉപയോഗിച്ചുകൊണ്ട് ഇനി ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും ട്രാഫിക് ബ്ലോക്കുകൾ നേരത്തെ നമ്മൾ ഈ ഗർഡർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ട്രാഫിക് ബ്ലോക്കുകളാണ്. ഏകദേശം അരമണിക്കൂറോളം ദേശീയ പാതയിലെ വാഹനങ്ങൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു വാഹനത്തെ പോലും കടത്തിവിടാത്ത രീതിയിൽ ദേശീയ പാതയിൽ വാഹനങ്ങൾ നിർത്തിയിട്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പം നമ്മളെ ട്രാഫിക് ബ്ലോക്ക് ഇനിയും അവസാനിച്ചിട്ടില്ല, ആ രീതിയിലുള്ള ബ്ലോക്കാണ്. അപ്പം ഗർഡറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള കാഴ്ചയാണ് ഇനി ബാക്കിയുള്ളത്. ഗർഡറിൻ്റെ മുകളിൽ പില്ലറിൻ്റെ മുകളിൽ ഗർഡർ ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു മുതലാണ്, അതിനിടയിൽ ബൈക്കുകാരൻ പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഓൾറെഡി നമ്മൾ മറ്റു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും പിന്നെ ലേറ്റായി, കൂടുതൽ നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസിന് ക്ലാരിറ്റി കുറവുണ്ടാകും. പിന്നെ പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള കാഴ്ചയാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ എന്തായാലും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും ഡിലേ ആയതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, പിന്നെ അതോടൊപ്പം തന്നെ നോമ്പാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വിഷയം.